ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നടികർ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആണ്. നമ്മുടെ ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത നമ്മുടെ ടൊവിനോ തോമസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു നടികർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്ന ടൊവിനോ തോമസിനെ കൂടാതെ ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ, സൗബിൻ ഷാഹിർ, ഷൈട്ടോ ചാക്കോ ഒരു സീനിൽ വന്നു പോകുന്നുണ്ട്. പിന്നെ നായികയായിട്ട് വന്നിരിക്കുന്ന ഭാവനയാണ്. അപ്പോ പിന്നെ ഈ സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡേവിഡ് പടിക്കൽ എന്ന് പറഞ്ഞ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഒരു സ്റ്റോറിയാണ്, ഒരു കഥയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടാകുന്ന കുറെ പ്രതിസന്ധികൾ എങ്ങനെ അദ്ദേഹം തരണം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ മൊത്തം പറഞ്ഞു പോകുന്നത്. ഏകദേശം 2.5 മണിക്കൂർ എടുത്തിട്ട് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. പിന്നെ ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ക്ഷീണമാണ് പടം. എനിക്ക് അങ്ങോട്ട് അത്ര അങ്ങോട്ട് ലൈക്കായില്ല സിനിമ. പിന്നെ അതിൽ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം ഏതാന്ന് നോക്കിക്കഴിഞ്ഞാല് സിനിമയിലെ മ്യൂസിക് ഒരു രക്ഷയില്ലായിരുന്നു, സൂപ്പറായിരുന്നു മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാല് യക്സൻകാരി പെരേര, നേഹ നായർ എന്നിവരാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. അപ്പോ മ്യൂസിക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവര്. മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പിന്നെ പെർഫോമൻസ് അടിപൊളി തന്നെയായിരുന്നു. സ്റ്റോറി നോക്കുകയാണെങ്കിൽ സ്റ്റോറിയാണ് കുറച്ചുകൂടി ഒന്ന് എന്താ പറയാ, നമുക്ക് വളരെ ലാഗ് അടിക്കും, ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ട് പല സീനുകളും എന്ന് പറഞ്ഞാല്. 2.5 മണിക്കൂർ സിനിമയുടെ ദൈർഘ്യമുണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ ചില സീനുകൾ ഇവരുടെ ആ ഒരു ഇമോഷൻസ്, അതായത് ഇവരുടെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങോട്ട് കണക്ട് ആവുന്നില്ല എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം. പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിലൊക്കെ എല്ലാവരും കിട്ടിയ റോളുകളൊക്കെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ടൊവിനോ തോമസ് ഒക്കെ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സൗബിൻ ഷാഹിർ, എല്ലാവരും റോളുകളെല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ കോമഡി കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ നല്ല കോമഡികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ തിരക്കഥയാണ് മോശമായി പോയെന്ന് പറയാം. തിരക്കഥ ഒന്നുകൂടി നന്നാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റോറി ആയിപ്പോയി, പ്ലെയിൻ ആയിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു സംഭവം ആയിപ്പോയി. ഫസ്റ്റ് ഹാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ, സെക്കൻഡ് ഹാഫ് എടുത്ത് നോക്കുകയാണെങ്കിലൊക്കെ മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് നടന്നു പോയത്. അപ്പോ എനിക്ക് ഈ ഒരു സിനിമ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ലൈക്ക് ആയിട്ടില്ല. അപ്പോ ഒരു ഏവറേജ് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു അനുഭവമാണ് ഈ സിനിമ എനിക്ക് സമ്മാനിച്ചത്. ഭയങ്കര ബോറടിക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലും നമ്മളെ ബോറടിപ്പിക്കുന്നുണ്ട്, പിന്നെ തിയേറ്ററിൽ ഇരുന്നിട്ട്. അപ്പോ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ, മ്യൂസിക് സൂപ്പറായിരുന്നു, പെർഫോമൻസ് സൂപ്പറായിരുന്നു. മറ്റു കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പടം മോശമായി തന്നെ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.